സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ കനത്ത മഴ തുടരും. ജില്ലയിൽ വ്യാപക നാശനഷ്ടം. ദുരിതപ്പെയ്ത്തിൽ 62 വീടുകൾ ഭാഗികമായും 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. കനത്ത മഴയിൽ തൃശൂർ നഗരത്തിലെ റോഡുകൾ തകർന്നു. റോഡുകൾ അപകടക്കെണിയായി മാറിയതോടെ സഞ്ചാര ദുരിതം പേറി യാത്രക്കാർ. നഗരത്തിൽ ഗതാഗതക്കുരുക്കും രൂക്ഷം. H1N1 ബാധിച്ച് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. പൊന്നാനി സ്വദേശിനി അഹമ്മദ് അഷ്റഫിന്റെ ഭാര്യ സൈഫുന്നിസയാണ് മരിച്ചത്. എഴുത്തുകാരനും അധ്യാപകനുമായിരുന്ന കെ ഹിരണ്യൻ അന്തരിച്ചു. സാഹിത്യ അക്കാദമിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചത് പ്രമുഖരടക്കം നിരവധി പേർ. പൈങ്കുളം മുന്നത്തൂർ ശ്രീ മഹാവിഷ്ണു ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. 4 ഭണ്ഡാരങ്ങളിലെ പണം കവർന്നു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ മഴ തുടരും. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലും തീരദേശ മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമായി. മലയോരത്ത് മഴ തുടരുന്നതിനാൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. 3.25 മീറ്ററാണ് പുഴയിലെ നിലവിലെ ജലനിരപ്പ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ജില്ലയിൽ 45.33 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. ബുധനാഴ്ച മാത്രം 19 വീടുകളാണ് ഭാഗികമായി തകർന്നത്. ജില്ലയിൽ കനത്ത മഴയിൽ 62 വീടുകൾ ഭാഗികമായും 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. 21 കുടുംബങ്ങളിൽ നിന്നുള്ള 75 പേരെ 6 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ജില്ലയിലെ പെരിങ്ങൽകുത്ത്, പൂമല, അസുരൻകുണ്ട് ഡാമുകൾ തുറന്നു. അതേസമയം തൃശൂർ ജില്ലയിൽ വ്യാഴാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ല. അവധി പ്രഖ്യാപിച്ചതായി പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്നും ജില്ലയിൽ നിലവിൽ അവധി പ്രഖ്യാപിക്കേണ്ട സാഹചര്യമില്ലെന്നും ADM അറിയിച്ചു. കനത്ത മഴയിലും കാറ്റിലും ദേശമംഗലം, തലശ്ശേരി പ്രദേശങ്ങളിൽ പരക്കെ നാശം. തലശ്ശേരി വെള്ളാട്ടുപിടികയിൽ അഷ്റഫിന്റെ വീടിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. വരവൂർ ദേശമംഗലം റോഡിൽ മരം വീണതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും KSEB ഉദ്യോഗസ്ഥരും ചേർന്ന് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കനത്ത മഴയിൽ എളവള്ളിയിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. കുന്നത്തുള്ളി പ്രസാദ് പണിക്കിന്റെ വീട്ടിലെ കിണറാണ് വലിയ ശബ്ദത്തോടെ ഇടിഞ്ഞു താഴ്ന്നത്. കിണറിനോട് ചേർന്നുള്ള മോട്ടോറടക്കം താഴ്ന്നുപോയി. ചാവക്കാട് മുതുവട്ടൂർ കോർട്ട് റോഡിൽ മരം കടപുഴകി വീണു. വർഷങ്ങളോളം പഴക്കമുള്ള മരം വലിയ ശബ്ദത്തോടെ റോഡിന് കുറുകെ വീഴുകയായിരുന്നു. 3 വൈദ്യുതി പോസ്റ്റുകളും ഒരു CCTV ക്യാമറയും തകർന്നു. ഈ സമയം ഇതുവഴി വാഹനങ്ങളും ആളുകളും കടന്നു പോകാതിരുന്നതിനാൽ വൻ ദുരന്തമൊഴിവായി. ഗുരുവായൂർ ഫയർഫോഴ്സും ചാവക്കാട് നഗരസഭയുടെ കൌൺസിലർമാരുടെ നേതൃത്വത്തിലുള്ള സംഘവും ചേർന്ന് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. തൃശൂർ കാഞ്ഞാണി റോഡിൽ ഒളരിപ്പള്ളിക്ക് മുന്നിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികയ്ക്ക് പരിക്ക്. മുളങ്ങുത്താവ് പഞ്ചായത്ത് മുൻ അംഗം കൊഞ്ചേരി വീട്ടിൽ സിന്ധുവിനാണ് പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റ സിന്ധുവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്ക് ഓടിച്ചിരുന്ന മകൻ ആനന്ദന് പരിക്കില്ല. നാട്ടിക ചേർക്കരയിൽ മരം വീണ ഓട്ടോറിക്ഷയും വീടും ഭാഗികമായി തകർന്നു. ചേർക്കര ശാന്തി ലൈനിൽ ഉണിക്കണ്ടത്ത് മുഹമ്മദിന്റെ വീടിന്റെ മുകളിലേക്കും വർക്ക്ഷോപ്പ് നടത്തുന്ന മുഹമ്മദിന്റെ മകൻ നജിന്റെ ഓട്ടോറിക്ഷയുടെ മുകളിലേക്കുമാണ് മരം വീണത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം. വീടിന്റെ മുൻഭാഗത്തുള്ള ഇരുമ്പ് ഷീറ്റിട്ട ഭാഗവും ഭാഗികമായി തകർന്നു. ആർക്കും പരിക്കില്ല. മറ്റത്തൂരിലെ കോപ്പിളിപ്പാടത്ത് വീട്ടുമതിൽ ഇടിഞ്ഞു വീണു. കോപ്പിളിപ്പാടം കൈതാരത്ത് ഫെൽവിന്റെ വീടിനോട് ചേർന്നുള്ള സംരക്ഷണ മതിലാണ് നിലംപൊത്തിയത്. വെള്ളിക്കുളങ്ങര വില്ലേജ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. കനത്ത മഴയെ തുടർന്ന് പറപ്പൂക്കര പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. പഞ്ചായത്തിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. നെടുമ്പാൾ തീരദേശം, ജൂബിലി നഗർ, തൊട്ടിപ്പാൽ, മാടപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളം കയറിയത്. 6 പേരെ തൊട്ടിപ്പാൽ KSUP സ്കൂളിലെ ക്യാമ്പിലേക്കും 9 പേരെ പന്തലൂർ ജനതാ UP സ്കൂളിലെ ക്യാമ്പിലേക്കും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മഴ ശക്തമായാൽ കൂടുതൽ കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് പറഞ്ഞു. പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളാണ് വെള്ളക്കെട്ട് നേരിടുന്നത്. നന്ദിക്കര സ്കൂൾ, പോങ്കോത്ര സ്കൂൾ എന്നിവിടങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയതായി അധികൃതർ അറിയിച്ചു. ഇരിങ്ങാലക്കുട തഹസിൽദാർ C നാരായണൻ, ഡെപ്യൂട്ടി തഹസിൽദാർ MP വേണുഗോപാൽ, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, തൊട്ടിപ്പാൽ വില്ലേജ് ഓഫീസർ പ്രീതി സതീശൻ എന്നിവരും വെള്ളപ്പൊക്ക പ്രദേശങ്ങളും ക്യാമ്പും സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കയ്പമംഗലത്ത് കനത്ത മഴയിൽ അലങ്കാര മത്സ്യ യൂണിറ്റിന്റെ ഷെഡ് തകർന്നു. വഞ്ചിപ്പുര ബീച്ചിൽ പ്രവർത്തിക്കുന്ന വ്യാസ ഹാച്ചറിയുടെ മേൽക്കൂരയും ചുമരുമാണ് തകർന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ഷീറ്റ് മേഞ്ഞ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ടാങ്കിൽ വളർത്തിയിരുന്ന മത്സ്യങ്ങളും ചത്തു. കൈതവളപ്പിൽ ജഗദീശന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഹാച്ചറി. ഏകദേശം 2 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു.
2 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിലും കാറ്റിലും എടത്തിരുത്തിയിൽ കൃഷിനാശം. 100ഓളം കുലച്ചവാഴകൾ ഒടിഞ്ഞു വീണു. ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറം സ്വദേശി പള്ളിപ്പറമ്പിൽ സിദ്ദിഖ് എടത്തിരുത്തി മുനയം പ്രദേശത്ത് നടത്തിയിരുന്ന വാഴകൃഷിയും പച്ചക്കറി കൃഷിയുമാണ് നശിച്ചത്. 2.5 ഏക്കറോളം സ്ഥലത്ത് നടത്തിയിരുന്ന വാഴയിൽ 100ഓളം കുലച്ച നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണ നിലയിലാണ്. കൂടാതെ പടവലം, കയ്പ എന്നിവയും വെള്ളം കയറി നശിച്ചിട്ടുണ്ട്. ഓണത്തിന് വിളവെടുക്കാൻ ലക്ഷ്യമിട്ട് 300ഓളം നേന്ത്രവാഴകളാണ് കൃഷിയിറക്കിയത്. ഇതിൽ വിളവെടുക്കാറായ 100ഓളം വാഴകളാണ് നശിച്ചത്. വൻ സാമ്പത്തിക നഷ്ടം സംഭവിച്ചതായി സിദ്ദീഖ് പറഞ്ഞു. കൃഷി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. കോലഴിയിൽ മരം കടപുഴകി വീണ് കാർ തകർന്നു. കോലഴി ത്രിവേണി നഗറിൽ വില്യമംഗലം വീട്ടിൽ അനന്തപത്മനാഭന്റെ കാറാണ് തകർന്നത്. ചാലക്കുടി പുഴയിൽ കണക്കൻകടവിലെ ഷട്ടറുകൾ പൂർണ്ണമായി പ്രവർത്തന സജ്ജമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബെന്നി ബെഹനാൻ MP ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് കത്തയച്ചു. ഷട്ടർ തുറക്കാൻ കഴിയാത്തതിനാൽ കുഴൂർ, അന്നമനട പഞ്ചായത്ത് പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറിയിരുന്നു. വെള്ളം ഒഴുകിപ്പോകാത്ത അവസ്ഥയായതോടെ പുഴയുടെ തീരത്തുള്ളവർക്ക് ഏറെ ആശങ്കയുണ്ടാക്കിയിരുന്നു. വേനൽക്കാലത്ത് ഉപ്പുവെള്ളം കയറുന്നതിന് ഷട്ടറുകളുടെ ചോർച്ച കാരണമാകുന്നത് പതിവാണ്. എല്ലാ വർഷവും താൽക്കാലിക മണൽ തടയണ നിർമ്മിക്കുന്നതിന് 25 ലക്ഷത്തോളം രൂപയാണ് ചെലവാക്കുന്നത്. ഷട്ടറുകളുടെ പ്രവർത്തനം കുറ്റമറ്റതാക്കിയാൽ ഈ ചെലവും ഒഴിവാക്കാനാകുമെന്നും ബെന്നി ബെഹനാൻ MP നൽകിയ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. കാട്ടൂർ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി. ചെമ്പൻചാൽ, മാവും വളവ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. കനോലി കനാലിലേക്കും കരുവന്നൂർ പുഴയിലേക്കുമുള്ള ജലമൊഴുക്ക് കുറഞ്ഞതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് പലരും ബന്ധുവീടുകളിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ്. വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യമുണ്ടായാൽ ക്യാമ്പുകൾ തുറക്കാൻ സജ്ജമാണെന്ന് കാട്ടൂർ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കനത്ത മഴയിൽ അന്തിക്കാട് മാങ്ങാട്ടുകരയിൽ വീട് തകർന്നു. കൊല്ലാറ രാമദാസിന്റെ വീടാണ് പൂർണ്ണമായി തകർന്നത്. കുറച്ചുനാൾ മുൻപുണ്ടായ മഴയിൽ വീടിന്റെ അടുക്കള ഭാഗം തകർന്നിരുന്നു. ഇതുമൂലം ഇവർ മാറി താമസിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ വീട് പൂർണ്ണമായും നിലംപൊത്തിയത്. കനത്ത മഴയിൽ തൃശൂർ നഗരത്തിലെ റോഡുകൾ തകർന്നു. റോഡുകൾ അപകടക്കണിയായി മാറിയതോടെ സഞ്ചാര ദുരിതം പേറിയ യാത്രക്കാർ. നഗരത്തിൽ ഗതാഗതക്കുരുക്കും രൂക്ഷം. തൃശൂർ നഗരത്തിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ അല്പം സാഹസികത പുറത്തെടുക്കണം. തിരിഞ്ഞും മറിഞ്ഞും വളഞ്ഞു പൊളഞ്ഞും നടുവൊടിഞ്ഞുമെല്ലാം ഒരു സർക്കസ് അഭ്യാസിയെ പോലെ യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. കനത്ത മഴയിൽ തൃശൂർ പൂത്തോൾ റോഡ്, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ പടിഞ്ഞാറേക്കോട്ട തുടങ്ങി നഗരത്തിലെ മിക്ക റോഡുകളിലും വായി തുറന്നു കിടക്കുന്ന മരണക്കെണികൾ കണക്കെ ചതിക്കുഴികൾ രൂപപ്പെട്ടു കഴിഞ്ഞു. ഓളാണോ റോഡാണെന്ന് അറിയില്ല. ചെളി തെറിച്ചിട്ട് നടക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ശോചനീയാവസ്ഥയാണ്. വണ്ടിയും പോകാൻ പറ്റണില്ല. നടുവടിക്കുകയാണ്. റോഡുകൾ തകർന്നതോടെ ഗതാഗതക്കുരുക്ക് എന്ന ഊരാക്കുടുക്കും രൂക്ഷമായി മാറി. റോഡുകൾ എല്ലാതും വളരെ മോശമാണ്. ഇപ്പോൾ നമ്മൾ ഈ കൊറിയറിൻ്റെയൊക്കെയാണ് വണ്ടികൾ ഓടുന്നത്. ഇപ്പോൾ ഈ റോഡുകളിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ചിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ശരിക്കും അതിനെ ബുദ്ധിമുട്ട്. തണ്ടലൊക്കെ ശരിക്കും ഇതാവാ ചെയ്യുന്ന. പിന്നെ വണ്ടിക്കുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങൾ എല്ലാം കൂടി വരുന്നത് അത് വേറെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒളരി ESIക്ക് മുന്നിലെ ബസ് സ്റ്റോപ്പ് വെള്ളക്കെട്ടിലായി മാറിയത് യാത്രക്കാരെ വലയ്ക്കുകയാണ്. അധികൃതരോട് നിരവധി തവണ പരാതി പറഞ്ഞിട്ടും നടപടിയില്ലെന്ന് യാത്രക്കാർ പറഞ്ഞു. മഴ ശക്തമായതോടെ നഗരത്തിലെ റോഡുകളെല്ലാം വായി തുറന്നു കിടക്കുന്ന മരണക്കെണികളായി മാറിക്കഴിഞ്ഞു. കോറി വേസ്റ്റെങ്കിലും കൊണ്ടിട്ടില്ലെങ്കിൽ വൻ അപകടങ്ങൾ വിളിച്ചു വരുത്തലാകും അത്. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്. H1N1 ബാധിച്ച് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. പൊന്നാനി സ്വദേശിനി 46 വയസ്സുള്ള സൈഫുന്നിസയാണ് മരിച്ചത്. പനിയെ തുടർന്ന് ഞായറാഴ്ചയാണ് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ നടത്തിയ പരിശോധനകളിൽ H1N1 ആണ് ബാധിച്ചതെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. പൈങ്കുളം മുന്നത്തൂർ ശ്രീ മഹാവിഷ്ണു ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. 4 ഭണ്ഡാരങ്ങൾ തകർത്ത് മോഷ്ടാവ് പണം കവർന്നു. ക്ഷേത്ര ഓഫീസിലും തിടപ്പള്ളിയിലും സൂക്ഷിച്ചിരിക്കുന്ന ഭണ്ഡാരങ്ങളാണ് മോഷണം പോയത്. ഭണ്ഡാരങ്ങൾ എല്ലാം ക്ഷേത്രത്തിന്റെ പുറകിലേക്ക് കൊണ്ടുപോയി തകർത്താണ് പണം അപഹരിച്ചത്. ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ ജില്ലാ കളക്ടറായി അർജുൻ പാണ്ഡ്യനെ നിയമിച്ചു. നിലവിൽ സംസ്ഥാന ലേബർ കമ്മീഷണറാണ് ഇടുക്കി സ്വദേശിയായ അർജുൻ പാണ്ഡ്യൻ. നിലവിൽ കളക്ടറായിരുന്ന VR കൃഷ്ണതേജ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയതിനെ തുടർന്നാണ് നിയമനം. 1.5 വർഷത്തോളം തൃശൂർ കളക്ടറായിരുന്ന VR കൃഷ്ണതേജ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നിരവധി പേർക്ക് സഹായം എത്തിക്കുന്നതിൽ നടത്തിയ പ്രവർത്തനം ഏറെ ശ്രദ്ധേയമായിരുന്നു. വെള്ളിയാഴ്ച പുതിയ ജില്ലാ കളക്ടർ ചുമതലയേൽക്കും.
യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എൽബ്രസ് പർവ്വതം കീഴടക്കിയ വ്യക്തിയാണ് തൃശൂരിലെ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. തുടർച്ചയായി പർവ്വതാരോഹണം നടത്തുന്ന വ്യക്തിയാണ് അർജുൻ പാണ്ഡ്യൻ. മസൂറിയിലെ IAS ട്രെയിനിംഗ് കാലഘട്ടത്തിലാണ് പർവ്വതാരോഹണത്തോട് ഭ്രമം തുടങ്ങിയത്. 5895 മീറ്റർ ഉയരമുള്ള ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ കിളിമഞ്ചാരോ അർജുൻ കീഴടക്കിയിരുന്നു. എൽബ്രസ് കിളിമഞ്ചാരോ പർവ്വതങ്ങൾ കീഴടക്കുന്ന ആദ്യ IAS ഓഫീസർ കൂടിയാണ് അർജുൻ പാണ്ഡ്യൻ. ഹിമാലയൻ പർവ്വതാരോഹണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള അടിസ്ഥാന പർവ്വതാരോഹണ കോഴ്സ്, ഉത്തരകാശിയിലെ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിംഗിൽ നിന്നുള്ള അഡ്വാൻസ്ഡ് മൗണ്ടനിയറിംഗ് കോഴ്സ് എന്നിവ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇടുക്കി ഹൈറേഞ്ചിലെ ഒരു ലയത്തിൽ ജീവിതം ആരംഭിച്ച് നിശ്ചയദാർഢ്യം കൊണ്ട് സിവിൽ സർവീസ് എത്തിപ്പിടിച്ച വ്യക്തി. ഏലം കർഷകൻ C. പാണ്ഡ്യന്റെയും അംഗൻവാടി അധ്യാപിക ഉഷയുടെയും മകനാണ് അർജുൻ പാണ്ഡ്യൻ. അച്ഛന്റെയും അമ്മയുടെയും ബുദ്ധിമുട്ടറിഞ്ഞ അവധി ദിവസങ്ങളിൽ തേയിലച്ചാക്ക് ചുമന്നും കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും സഹായിച്ച ഒരു ബാല്യകാലം അർജുൻ പാണ്ഡ്യനുണ്ട്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്നും തോട്ടം തൊഴിലാളികൾക്കായി ഹൈറേഞ്ചിലേക്ക് കുടിയേറിയവരാണ് പൂർവികർ. എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിലെത്തി ഇന്ത്യൻ പതാക നാട്ടുക എന്നതാണ് ഈ IAS ഓഫീസറുടെ സ്വപ്നം. TC വിനോസ്, തൃശൂർ. വടക്കാഞ്ചേരി ഒന്നാം കല്ലിൽ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. പെരുമ്പാവൂരിൽ നിന്ന് അരിയുമായി വന്നിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് 200ഓളം അരിച്ചാക്കുകൾ റോഡിലേക്ക് തെറിച്ചു വീണു. വടക്കാഞ്ചേരി ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് 3.5 മണിക്കൂർ സമയമെടുത്ത് ക്രെയിൻ ഉപയോഗിച്ചാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഡ്രൈവർ നെന്മാറ സ്വദേശി ബെന്നി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഓഫീസർ നിധീഷിന്റെ നേതൃത്വത്തിൽ SFRO സതീഷ് കുമാർ, ശിവപ്രസാദ്, സുഭാഷ്, കൃഷ്ണപ്രസാദ്, ഡ്രൈവർ മനു, അക്ഷയ്, ഹോംഗാർഡുമാരായ നാരായണൻകുട്ടി തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആനകൾക്ക് സുഖചികിത്സ ആരംഭിച്ചു. ആരോഗ്യ സംരക്ഷണത്തിനും ശരീരപുഷ്ടിക്കും വേണ്ടി ഗജവീരന്മാർക്ക് 1 മാസം നിലനിൽക്കുന്ന സുഖചികിത്സയാണ് നൽകുന്നത്. വിവിധ ഔഷധങ്ങൾ ചേർത്ത ചോറുരുളയും ചവനപ്രാശം, അരി, അഷ്ടചൂർണം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിവിധങ്ങളായ സിറപ്പുകളും ഗുളികകളും ഈ കാലയളവിൽ ആനകൾക്ക് നൽകും. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, ദേവസ്വം ബോർഡ് കൊമ്പൻ എറണാകുളം ശിവകുമാറിന് ആദ്യ ഉരുള നൽകി. ബോർഡ് അംഗങ്ങളായ MP മുരളീധരൻ, പ്രേംരാജ് ചുണ്ടലാത്ത്, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, വടക്കുന്നാഥ ക്ഷേത്ര മാനേജർ KT ഹരിത, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി TR ഹരിഹരൻ, ഡോക്ടർ PC ഗിരിദാസ്, ജീവധന മാനേജർ കൃഷ്ണൻകുട്ടി എന്നിവർ പങ്കെടുത്തു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് നിലവിൽ 6 ആനകളാണ് ഉള്ളത്. പഴയന്നൂർ തെക്കേത്തറയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. പഴയന്നൂർ ചെറുകര സ്വദേശി കുമരംപുടിയിൽ റജിയുടെ മകൻ 21 വയസ്സുള്ള ജിൻസനാണ് മരിച്ചത്. പഴയന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് തെക്കേത്തറ ഭാഗത്ത് വെച്ച് നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ ജിൻസനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ ശങ്കരംകുളങ്ങര ദേവസ്വത്തിലെ ആനപ്പാപ്പാൻ സുന്ദരൻ എന്ന ബാലകൃഷ്ണൻ കേരളത്തിനും പ്രത്യേകിച്ച് തൃശൂരിനും അഭിമാനമായി മാറുകയാണ്. കേന്ദ്ര നാട്ടാന പരിപാലന കമ്മിറ്റിയിലേക്ക് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഏക പാപ്പാനാണ് സുന്ദരൻ. കഴിഞ്ഞ 45 വർഷമായി പ്രശസ്തമായ നിരവധി ആനകളുടെ പാപ്പാനായി ശ്രദ്ധേയനായി സേവനം ചെയ്തു വരുന്ന തൃത്താല മലമൽക്കാവ് സ്വദേശിയും ഇപ്പോൾ ശങ്കരംകുളങ്ങര ദേവസ്വത്തിലെ ഉദയൻ എന്ന ആനയുടെ 1ാം പാപ്പാനുമായ സുന്ദരനാണ് അസുലഭ സൗഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നത്. ശങ്കരംകുളങ്ങര ദേവസ്വത്തിലെ മണികണ്ഠൻ എന്ന ആനയെ 8 വർഷത്തോളം പരിപാലിച്ചതും സുന്ദരൻ തന്നെയാണ്. ആനകളെ സ്വന്തം മക്കളെ പോലെ പരിപാലിക്കുന്ന സുന്ദരൻ മറ്റ് ആനക്കാർക്ക് മാതൃകയാണെന്നും ആനയെ വാങ്ങുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് നല്ല ആനക്കാരെ കിട്ടാനുള്ളതെന്നും ശങ്കരംകുളങ്ങര ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് പറഞ്ഞു. സുന്ദരന്റെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം ഇത് ആനയെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം അദ്ദേഹം സ്വന്തം മക്കളെ പരിപാലിക്കണ പോലെയാണ് ചെയ്യുന്നത്. അത് നമുക്ക് മറ്റുള്ള ആനക്കാർക്ക് പോലും മാതൃക കാണിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം. ആനയുടെ ആയാലും ജനങ്ങളോട് ആയാലും എല്ലാവരോടും. ആനകളെ വാങ്ങണേക്കാളും വിഷമമാണ് ഇപ്പോൾ ആനക്കാരെ നമുക്ക് നല്ലൊരു ആനക്കാരെ കിട്ടാൻ. നമ്മുടെ ആനപ്രേമികളായാലും നമ്മളൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇത്രയും നല്ലൊരു ആനക്കാരെ നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഇനിയുള്ള തലമുറയ്ക്ക് കാണിക്കാവുന്ന ഒരു മാതൃക കൂടിയാണ് അദ്ദേഹം. IGF ഡയറക്ടർ രമേഷ് കുമാർ പാണ്ഡെ ചെയർമാനായിട്ടുള്ള 10 അംഗ കമ്മിറ്റിയിൽ സുന്ദരന് പുറമെ കേരളത്തിൽ നിന്ന് ആനചികിത്സാ വിദഗ്ധനായ ഡോക്ടർ ഗിരിദാസും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 26 നടക്കുന്ന മീറ്റിംഗിൽ ഓൺലൈനായി പങ്കെടുത്താൽ മതിയെങ്കിലും പിന്നീട് ഡൽഹിയിൽ നടക്കുന്ന മറ്റ് യോഗങ്ങളിൽ ഇവർ നേരിട്ട് പങ്കെടുക്കേണ്ടി വരും. കേന്ദ്ര നാട്ടാന പരിപാലന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ഭഗവതിയുടെ അനുഗ്രഹം മൂലമാണ് ഇത് നടന്നതെന്നും സുന്ദരം പറഞ്ഞു. അതെന്ന് പറഞ്ഞൊരു സന്തോഷം. 45 വർഷം കഴിഞ്ഞു ഫീൽഡിലായിട്ട്. ദേവസ്വമായിട്ട് 8-9 വർഷമായിട്ട്
ഇവിടെ തന്നെ സഹകരിച്ച് പോകണം, കുഴപ്പമില്ല. സന്തോഷമുണ്ട്, ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് സന്തോഷം തോന്നുന്നു. ആനയുടെ കാര്യത്തിൽ എന്ന പോലെ മണ്ണിനോടും പ്രകൃതിയോടും ചേർന്ന് ജീവിക്കുന്ന സുന്ദരൻ എന്നും എല്ലാവർക്കും ഒരു മാതൃകയാണ്. TCV ന്യൂസ്, തൃശൂർ. മാന്നാമംഗലം ദർഭ ഭാഗത്തു നിന്നും കാട്ടുപന്നിയെ കെണിവെച്ച് പിടിച്ച രണ്ടുപേരെ മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ പിടികൂടി. മാന്നാമംഗലം ദർഭ സ്വദേശി നെല്ലിക്കമലയിൽ ഡോൺ, ആശാരിക്കാട് വട്ടം കണ്ടതിൽ വർഗീസ് എന്ന് വിളിക്കുന്ന തങ്കച്ചൻ എന്നിവരെയാണ് പിടികൂടിയത്. ഡോണിന്റെ വീട്ടിൽ നിന്നും പന്നിയെ പിടികൂടുവാൻ ഉപയോഗിച്ച കേബിൾ കുരുക്കുകളും നാടൻ തോക്കിൽ ഉപയോഗിക്കുന്ന ഈയക്കട്ടകളും കരിമരുന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. പട്ടിക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സി പ്രജിക്ക് കിട്ടിയ രഹസ്യവിവരത്തെ തുടർന്ന് മാന്നാമംഗലം സ്റ്റേഷനിലെ പ്രൊബേഷണറി റേഞ്ച് ഓഫീസർ ഷിനു മുഹമ്മദ്, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എം ഷാജഹാൻ, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഗ്രേഡ് MP സജീവ് കുമാർ തുടങ്ങിയവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഹെറോയിനുമായി ഇതര സംസ്ഥാനക്കാരനായ യുവാവിനെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡും പേരാമംഗലം പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. ആസാം നാഗോൺ സ്വദേശി ഒമർ അലിയാണ് പിടിയിലായത്. പേരാമംഗലം SI F ഫയസ്, ലഹരിവിരുദ്ധ സ്ക്വാഡംഗങ്ങളായ SI ഗോപാലൻ, CPMമാരായ അനിൽകുമാർ, വിപിൻ ദാസ്, വൈശാഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കേരള വ്യാപാരി വ്യവസായി സമിതി സ്ഥാപക നേതാവും തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റുമായ ബിന്നി എമ്മട്ടി അന്തരിച്ചു. 63 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖത്തിന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. CPM തൃശൂർ ഏരിയ കമ്മിറ്റി അംഗമാണ്. വ്യാപാരി വ്യവസായി സമിതി മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ രംഗത്ത് സജീവമായിരുന്നു ബിന്നി എമ്മട്ടി. നിരവധി സംഘടനകളുടെ സ്ഥാപകനായും ഭാരവാഹിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ചാലക്കുടി കൂടപ്പുഴ ആറാട്ടുകടവ് നിറഞ്ഞതോടെ സഞ്ചാരികളുടെ തിരക്കേറി. പുഴ സുരക്ഷിതമായി കാണാൻ ഏറ്റവും അനുയോജ്യമാണ് ആറാട്ടുകടവും പരിസരവും എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. പുഴയിലെ കുത്തൊഴുക്ക് ആസ്വദിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. ആറാട്ടുകടവ് റോഡ് അവസാനിക്കുന്നത് പുഴക്കടവിലാണ്. ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ബലമേറിയ ഭിത്തിക്കരികിൽ നിന്നുള്ള വിശാലമായ പുഴയുടെ കാഴ്ച കാണാൻ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് എത്തുന്നത്. ജൂലൈ 3 ദുബായിൽ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട അരിമ്പൂർ സ്വദേശിയുടെ മൃതദേഹത്തിനായി കണ്ണീരോടെ കാത്തിരിക്കുകയാണ് കുടുംബം. ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയ ശേഷമേ പോസ്റ്റ്മോർട്ടം ചെയ്യാനാകൂ എന്ന ദുബായ് പോലീസിന്റെ നിലപാട് മൂലമാണ് കാത്തിരിപ്പ് നീളുന്നത്. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച തെക്കൂട്ട് അരുൺകുമാറിന്റെ മൃതദേഹം ഏത് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പോലും അറിയാനാവാത്ത അവസ്ഥയിലാണെന്ന് അരുണിന്റെ കുടുംബം പറയുന്നു. 20 വർഷം ദുബായിൽ ഇന്റീരിയർ ജോലികൾ ചെയ്തു വരികയായിരുന്ന അരുൺ സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു താമസം. ജൂലൈ 3 അരുണിനെ അൽ കരാമയിലുള്ള ഒരു റെസ്റ്റോറന്റിന് മുൻപിലെ പാർക്കിംഗ് ഏരിയയിൽ കാറിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. 13 ദിവസമായിട്ടും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ ഇതുവരെ പുരോഗമിച്ചിട്ടില്ല. പ്രവാസി സംഘടനകളും മറ്റുള്ളവരും വളരെയധികം ശ്രമിക്കുന്നുണ്ട്. പോലീസുകളുടെ റിപ്പോർട്ട് കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടവും തുടർന്ന് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടി ഇല്ലാത്തതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എത്രയും പെട്ടെന്ന് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ എടുക്കണമെന്ന് വിവിധമായ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. ദുബായ് റിഫ സ്റ്റേഷനിലെ പോലീസാണ് കേസെടുത്ത് ഫോറൻസിക് പരിശോധന നടത്തിയത്. മൃതദേഹം നാട്ടിലേക്ക് കയറ്റി അയക്കാനായി അരുണിന്റെ സുഹൃത്തുക്കളും മലയാളി സംഘടനാ പ്രവർത്തകരും ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ലെന്ന കാരണം പറഞ്ഞ് മൃതദേഹം കണ്ടെത്തി 2 ആഴ്ചയായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികളായിട്ടില്ലെന്നാണ് അരുണിന്റെ കുടുംബം പറയുന്നത്. മരണത്തിൽ വ്യക്തത വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഭാര്യയും 4 വയസ്സായ മകളും രോഗികളായ മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബം തോരാത്ത കണ്ണീരുമായി കാത്തിരിപ്പ് തുടരുകയാണ്. ആ മുഖം അവസാനമായൊന്ന് കാണാനായി. TCV ന്യൂസ്, തൃശൂർ. പഴുന്നാനയിൽ ബസ് ഡ്രൈവറെ ആക്രമിച്ച പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പഴുന്നാന സ്വദേശികളായ പുഴങ്ങരയിലത്ത് വീട്ടിൽ ഫയാസ്, മണപ്പാട്ടുപറമ്പിൽ വീട്ടിൽ ഷാഫി എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം പഴുന്നാന റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫിദാമോൾ ബസ്സിലെ ഡ്രൈവർ ലിബീഷിനാണ് മർദ്ദനമേറ്റത്. 3.5 പതിറ്റാണ്ട് പഴക്കമുള്ള ചാലക്കുടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം ജീർണാവസ്ഥയിൽ. കെട്ടിടത്തിനകത്തും പുറത്തുമായി കോൺക്രീറ്റ് ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴുന്നത് സ്ഥിരം സംഭവമായി മാറി. കഴിഞ്ഞ ദിവസം 1ാം നിലയിൽ നിന്നും പാരപ്പറ്റ് ഇടിഞ്ഞ് താഴേക്ക് പതിച്ചിരുന്നു. ഇഷ്ടിക ഭിത്തിയും കച്ചവടക്കാർ പ്രത്യേകമായി ഇട്ട ഷീറ്റുകളുമാണ് നിലം പതിച്ചത്. അപകട സ്ഥലത്ത് ആളുകൾ ഉണ്ടാകാതിരുന്നത് വൻ അപകടം ഒഴിവാക്കി.
പാരപ്പറ്റിൽ നിന്ന് ഇരുമ്പ് തൂണുകൾ ഘടിപ്പിച്ചാണ് മേൽക്കൂര നിർമ്മിച്ചിരുന്നത്. ചോർച്ച തടയുന്നതിന് നഗരസഭ ഏതാനും വർഷം മുമ്പ് ഷീറ്റിട്ട മേൽക്കൂര നിർമ്മിക്കുകയായിരുന്നു. ഇതിനുള്ള ഇരുമ്പ് പൈപ്പ് ഘടിപ്പിച്ചതാകട്ടെ പാരപ്പറ്റിന്റെ ഭിത്തിയിലും. ശക്തമായ കാറ്റടിക്കുമ്പോൾ ഷീറ്റുകൾ ആടിയുലയുന്നത് ഭിത്തികളെ പ്രതികൂലമായാണ് ബാധിക്കുന്നത്. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഉടൻ നടത്തണമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ ആവശ്യപ്പെട്ടു. എല്ലാ വർഷവും അതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടന്നിരുന്നെങ്കിൽ ഈ കെട്ടിടത്തിന് വലിയ അപകടമൊന്നും ഉണ്ടാവില്ല. ഇത് ഓരോ ഭാഗം ഇങ്ങനെ പൊളിഞ്ഞു വന്നിരിക്കുകയാണ്. ഈ ബസ്സിൻ്റെ മുകളിലൊക്കെ ഇടിഞ്ഞു വീഴാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അപകടങ്ങൾ മുന്നിൽ കാണുകയാണ്. അതുകൊണ്ട് അധികാരികൾ എത്രയും വേഗം ഇതിന് നടപടി സ്വീകരിക്കണമെന്ന് സ്നേഹപൂർവ്വം താല്പര്യപ്പെടും. കെട്ടിടത്തിനോട് ചേർന്ന് ആൽമരത്തൈകൾ വളരുന്നതും കെട്ടിടത്തിന് ഭീഷണിയാണ്. നിരവധി തൈകളാണ് കെട്ടിടത്തിന് ചുറ്റും വളരുന്നത്. യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്ന ഭാഗത്തും മുകളിലെ വാർക്കയുടെ ചെറിയ ഭാഗം ഇടിഞ്ഞു വീഴുന്നതും പതിവാണ്. TCV ന്യൂസ്, ചാലക്കുടി. പെരുമ്പിലാവ് കുറ്റിപ്പുറം പാതയിലെ വളയംകുളം ബസ് കാത്തിരിപ്പ് കേന്ദ്രം ശക്തമായ കാറ്റിൽ തകർന്നു. ബുധനാഴ്ച രാവിലെയാണ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു വീണത്. ഈ സമയം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലുണ്ടായിരുന്ന 3 പേർ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. വൻ അപകടമാണ് ഒഴിവായത്. അസ്ഹബ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവരുടെ ആശ്രയമായിരുന്നു കാത്തിരിപ്പ് കേന്ദ്രം. കഴിഞ്ഞ 6 മാസത്തിലധികമായി കാത്തിരിപ്പ് കേന്ദ്രം തകർച്ചയുടെ വക്കിലായിരുന്നുവെന്നും നിരവധി തവണ പരാതി പറഞ്ഞിട്ടും അധികൃതർ നടപടിയെടുത്തില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. അപകടങ്ങൾക്ക് വഴിയൊരുക്കി ഒല്ലൂർ ചിയാരം സെന്ററിലെ കുഴികൾ. കുഴിയടയ്ക്കൽ തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും ശക്തമായ മഴ പെയ്താൽ വീണ്ടും കുഴികൾ രൂപപ്പെടുന്ന സ്ഥിതിയാണ്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടെ കാൽനടയാത്ര പോലും സാധ്യമല്ലാത്ത അവസ്ഥയിലാണ്. കുഴികളടച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ജില്ലാ കളക്ടർക്കും ജില്ലാ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും പൊതുപ്രവർത്തകൻ സുരേഷ് ചെമ്മനാടൻ പരാതി നൽകി. തങ്ങളുടെ കളിസ്ഥലം കവർന്നെടുക്കുന്ന മണൽ മാഫിയയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ. കൊടുങ്ങല്ലൂരിന് സമീപം എറിയാട് ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിൽ ഉൾപ്പെട്ട അഴീക്കോട് പൂച്ചക്കടവ് പ്രദേശത്ത് മണൽ മാഫിയ കരഭൂമി കുഴിച്ചെടുക്കുകയാണ്. ഫിഷിംഗ് ഹാർബർ നിർമ്മാണത്തിനായി തുറമുഖ വകുപ്പ് ഡ്രഡ്ജ് ചെയ്തെടുത്ത മണൽ വ്യാപകമായി കൊള്ളയടിക്കുന്നതിനെതിരെ ബ്ലാക്ക് കാറ്റ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകരാണ് രംഗത്തെത്തിയിട്ടുള്ളത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി ക്ലബ് പ്രവർത്തകർ പ്രദേശത്തെ വീടുകളിൽ ഒപ്പുശേഖരണം നടത്തി. നാട്ടുകാരുടെ നിവേദനം ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്ന് ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു. നിയമാനുസൃതമുള്ള മണൽ വാരലിന് തങ്ങൾ എതിരല്ലെന്നും ഡ്രഡ്ജ് ചെയ്തെടുത്ത മണൽ രാത്രിയുടെ മറവിൽ കൊള്ളയടിച്ച് പൂച്ചക്കടവിന്റെ നിലനിൽപ്പിന് ഭീഷണി സൃഷ്ടിക്കുന്നവർക്കെതിരെയാണ് തങ്ങളുടെ പ്രതിഷേധമെന്നും യുവാക്കൾ പറയുന്നു. ഈ കര ഇവിടെ നിന്ന് കാർന്നു തിന്നിരിക്കുന്നു മണൽ മാഫിയ. കരയിലൂടെ ഇപ്പൊ പുഴയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വന്ന് നോക്കിയാൽ കൃത്യമായിട്ട് കാണാം. അന്നത്തെ കാലത്ത് ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ഇതിനെതിരെ മുന്നോട്ട് വരികയും ചെയ്തിരുന്നു. മണൽ മാഫിയയുടെ ഗുണ്ടായിസം കാരണവും അവരുടെ ഭീഷണിയും മറ്റു കാര്യങ്ങൾ കാരണം അന്നത്തെ നാട്ടുകാർ ഇതിന് പിന്തിരിഞ്ഞു പോവുകയും ഇതിന്റെ ഇരുട്ടിന്റെ മറവിൽ ഒരു കടന്നു വരികയും ഈ മണൽ പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ് ചെയ്തിരുന്നത്. 5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഫിഷ് ലാൻഡിംഗ് സെന്ററിനായി കരയിൽ നിർമ്മിച്ച ഹാർബർ കെട്ടിടം ഇപ്പോൾ പുഴയുടെ നടുവിലാണുള്ളത്. 2015-ൽ 21 ഏക്കറിൽ പൂച്ചക്കടവിൽ വീണ്ടും ഡ്രഡ്ജ് ചെയ്ത സെന്ററിന്റെ പകുതിയിലേറെ ഭാഗവും മണൽ മാഫിയ കൊള്ളയടിച്ചു കഴിഞ്ഞു. ദിനം പ്രതി 30-ലധികം വഞ്ചികളാണ് പൂച്ചക്കടവിൽ മണൽ കൊള്ള നടത്തുന്നത്. അനധികൃത മണൽവാരൽ മൂലം പൂച്ചക്കടവിലെ നിർദ്ദിഷ്ട ഫിഷ് ലാൻഡിംഗ് സെന്ററും യുവാക്കൾക്കായി സർക്കാർ പ്രഖ്യാപിച്ച ഫുട്ബോൾ ടർഫും സ്വപ്നമായി മാറും. ഇപ്പോൾ മണലെടുത്ത് ആദ്യത്തെ 5 ഏക്കർ തീർന്നതുപോലെ ഏകദേശം 21 ഏക്കറിന്റെ പകുതിയോളം, അതായത് 10 ഏക്കർ ഭൂമിയോളം ഈ മണൽ മാഫിയ കാരണത്ത് നിന്നിരിക്കുന്നു. 16 മുതൽ ഈ കാലയളവിൽ വരെ മണൽ മാഫിയ എടുത്ത് തീർന്നിരിക്കുന്നു. ഇതിനെതിരെ ഞങ്ങൾ അധികാരികളിലെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കൃത്യമായി മണ്ണെടുത്ത് പോകുന്നത് കൃത്യമായി ന്യൂസ് ചെയ്യുകയും അറിയിക്കുകയും ചെയ്തിരുന്നു. യാതൊരുവിധ നടപടികളും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഓഖിയും പ്രളയവും വന്ന കാലങ്ങളിൽ പൂച്ചക്കടവ് പ്രദേശത്തെ സംരക്ഷിച്ചത് ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ ഭൂമിയാണ്. ബ്ലാക്ക് കാറ്റ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കോർഡിനേറ്റർ റിസ്വാൻ, സെക്രട്ടറി സമദ്, ട്രഷറർ റോഷൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഇർഫാൻ, ഫഹദ്, മിഷാൽ, നസറുള്ള തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മണൽ കൊള്ളയ്ക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പുത്തൂർ മരത്താക്കര മേരി ഇമാക്കുലേറ്റ് പള്ളിയിലെ വാൾട്ട് ടൈപ്പ് ശ്മശാന നിർമ്മാണത്തിലെ അപാകതകൾ മൂലം ദുർഗന്ധം വമിക്കുകയാണെന്ന പരാതിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പരിശോധിച്ച് ജില്ലാ കളക്ടർ 1 മാസത്തിനകം പരാതി തീർപ്പാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ജില്ലാ കളക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും ആവശ്യമായ പരിശോധനകൾക്ക് ശേഷമാണ് ശ്മശാന നിർമ്മാണത്തിന് അനുമതി നൽകിയതെങ്കിലും പരാതിക്കാരുടെ ഭാഗം കൂടി ജില്ലാ കളക്ടർ കേൾക്കേണ്ടതുണ്ടെന്ന് കമ്മീഷൻ അംഗം BK ബീനാകുമാരി ഉത്തരവിൽ പറഞ്ഞു. നിയമാനുസരണമാണ് നിർമ്മാണം നടത്തിയതെന്ന് ജില്ലാ കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചു. മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധന നടത്തി 20 ദിവസത്തിനകം റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. മരത്താക്കര സ്വദേശികളായ റപ്പായിയും
മരിയാറ്റയും അടക്കമുള്ളവർ സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്. മയക്കുമരുന്നടക്കമുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു. ചാവക്കാട് പുത്തൻകടപ്പുറം താഴത്തുവീട്ടിൽ വലിയോൻ എന്ന റിൻഷാദിനെയാണ് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ACP TS സിനോജിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് CI VV വിമൽ, സബ് ഇൻസ്പെക്ടർ KR റമീൻ, CPമാരായ വിനോദ്, ബൈജു, റോബർട്ട്, അനൂപ് എന്നിവരുടെ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭണ്ഡാരമരമായി 4,72,69,284 രൂപയും 2 കിലോ 133 ഗ്രാം 500 മില്ലിഗ്രാം സ്വർണവും 10 കിലോ 340 ഗ്രാം വെള്ളിയും ലഭിച്ചു. നിരോധിച്ച 2000 രൂപയുടെ 15 നോട്ടും 1000 രൂപയുടെ 5 നോട്ടും 500ന്റെ 48 നോട്ടുകളും ഭണ്ഡാരത്തിൽ നിന്ന് ലഭിച്ചു. ഈ ഭണ്ഡാരം വഴി 3,50,212 രൂപയാണ് ദേവസ്വത്തിന് ലഭിച്ചത്. പോളണ്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട തൃശൂർ പെരിങ്ങോട്ടുകര സ്വദേശി ആഷിഖ് രഘുവിന്റെ മരണത്തിൽ ഉന്നതതല അന്വേഷണം ആരംഭിച്ചതായി പോളണ്ട് സർക്കാരിന്റെ അറിയിപ്പ് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MPക്ക് ലഭിച്ചു. VK ശ്രീകണ്ഠൻ MP തൃശൂർ ഇന്ത്യൻ എംബസി വഴി നടത്തിയ നിരന്തര ഇടപെടലുകളാണ് അടിയന്തര ഉന്നതതല അന്വേഷണത്തിലേക്ക് വഴിവെച്ചത്. കഴിഞ്ഞ ഈസ്റ്റർ രാത്രിയിൽ പാർട്ടി കഴിഞ്ഞെത്തിയ ആഷിഖ് രഘുവിനെ കിടക്കയിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം പോലും നടത്താതെയാണ് മൃതദേഹം നാട്ടിലെത്തിച്ചത്. സംശയം തോന്നിയ വീട്ടുകാർ തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് മരണകാരണം തലയ്ക്ക് അടിയേറ്റതാണെന്ന് മനസ്സിലായത്. കൃത്യമായ അന്വേഷണത്തിലൂടെ കുറ്റവാളികളെ കണ്ടെത്താൻ പോളണ്ട് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ ആവശ്യപ്പെട്ട് വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറിനും പോളണ്ടിലെ ഇന്ത്യൻ അംബാസഡർക്കും എംബസി ഇൻചാർജിനും VK ശ്രീകണ്ഠൻ MP കത്ത് നൽകിയിരുന്നു. മുണ്ടശ്ശേരി സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ ജന്മദിനാഘോഷവും അവാർഡ് ദാനവും കവി സമ്മേളനവും തൃശൂരിൽ സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുണ്ടശ്ശേരി സ്മാരക കവിതാ മത്സര വിജയികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. മുണ്ടശ്ശേരി സ്മാരക സമിതി ചെയർമാൻ ഡോക്ടർ ഷൊർണൂർ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അരുൺ S തോളൂർ, സ്മാരക സമിതി ഭാരവാഹികളായ ഡോക്ടർ തോളൂർ ശശിധരൻ, KM സിദ്ധാർത്ഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണ-വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6,835 രൂപ, പവന് 54,680 രൂപ. വെള്ളി ഗ്രാമിന് 100 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,633 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ കനത്ത മഴ തുടരും. ജില്ലയിൽ വ്യാപക നാശനഷ്ടം. ദുരിതപ്പേറ്റിൽ 62 വീടുകൾ ഭാഗികമായും 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. കനത്ത മഴയിൽ തൃശൂർ നഗരത്തിലെ റോഡുകൾ തകർന്നു. റോഡുകൾ അപകടക്കണിയായി മാറിയതോടെ സഞ്ചാര ദുരിതം പേറിയ യാത്രക്കാർ. നഗരത്തിൽ ഗതാഗതക്കുരുക്കും രൂക്ഷം. H1N1 ബാധിച്ച് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. പൊന്നാനി സ്വദേശിനി അഹമ്മദ് അഷ്റഫിന്റെ ഭാര്യ സൈഫുന്നീസയാണ് മരിച്ചത്. എഴുത്തുകാരനും അധ്യാപകനുമായിരുന്ന KK ഹിരണ്യൻ അന്തരിച്ചു. സാഹിത്യ അക്കാദമിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചത് പ്രമുഖരടക്കം നിരവധി പേർ. പൈങ്കുളമുന്നത്തൂർ ശ്രീ മഹാവിഷ്ണു ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. 4 ഭണ്ഡാരങ്ങളിലെ പണം കവർന്നു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.